കയ്യിലൊരു മൈക്കും മുന്നിൽ 4 ആളെയും കണ്ടാൽ മണിക്കൂറുകൾ പ്രസംഗിച്ചു പോകുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് പാർട്ടി പറഞ്ഞു, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്, വികസന കാര്യങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. പാർട്ടി തന്ന ആ പെർമിഷൻ പോലും എനിക്കൊരു അപകടമായി. കാരണം വികസന കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണെങ്കിൽ മണിക്കൂറുകൾ പറഞ്ഞാൽ തീരാത്ത വികസന കാര്യങ്ങൾ. ആദ്യ പ്രചരണ യോഗത്തിൽ 15 മിനിറ്റ് പ്രസംഗിച്ചപ്പോൾ ചാർജുള്ള ഏരിയ കമ്മിറ്റി അംഗം മുമ്പിൽ വന്ന് കണ്ണുരുട്ടി നിർത്തി. ഇനി 10 മിനിറ്റിലധികം പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചുരുട്ടി വെച്ച നാവ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യമായി നിവർത്തുന്ന ദിവസമാണ്. അതുകൊണ്ട് എന്തൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടാ. ഈ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ആ കഥ കൂടി പറയണല്ലോ, നിങ്ങൾ അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ വരുമ്പോൾ SDP ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെയും ഒരു വലിയ പ്രകടനത്തിനകത്ത് പെട്ടിട്ടാണ് വരുന്നത്. ഒരു അരമണിക്കൂർ അതിൽ പെട്ടു. എന്നെ കിട്ടിയാൽ അരച്ച് കലക്കുന്ന ദേഷ്യത്തിൽ നടക്കുന്നവരാണ്. എന്നെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അല്ലെങ്കിൽ ഒരുപക്ഷെ നാളത്തെ പത്രത്തിലോ ഒക്കെ കാണാമായി. ഞാൻ തെരഞ്ഞെടുപ്പിൽ 3ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. ഞാൻ ഈ പാർട്ടിയിലേക്ക് വളരെ വൈകി വന്നിട്ടുള്ള ഒരാളാണ് എന്ന് എൻ്റെ വേഷം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നത്. ഈ പാർട്ടിയിലേക്ക് ഞാനിപ്പോൾ വന്നിട്ട് 20 വർഷമാകുമ്പോഴാണ്. അനുഭാവി സഖാവായി തുടങ്ങിയിട്ട് അതിനേക്കാളും കൂടുതൽ. ഞാൻ ആദ്യമായി ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി, ഇടതുപക്ഷ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് മത്സരിച്ചത്. ബ്ലോക്ക് ആസ്ഥാനത്ത് നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ എൻ്റെ നാട്ടിലൊരു ചെറിയ പയ്യൻ കിടന്ന് തിരിഞ്ഞു കളിക്കുന്നു. അവൻ വന്നിട്ട് ഒരു നോമിനേഷൻ എന്നെ കാണിച്ച് എന്നോട് ചോദിച്ചു, ഇതിൽ വല്ല തെറ്റുണ്ടോ നോക്ക് നാസിർക്കാന്ന്. 3-4 തെറ്റുണ്ട്. അതൊക്കെ ഞാൻ തിരുത്തി നന്നായിട്ടൊരു നോമിനേഷൻ കൊടുത്തു. പടച്ച തമ്പുരാനാണ് എനിക്ക് അറിഞ്ഞൂടാ, അതെനിക്കുള്ള പാരയായിരുന്നു. എൻ്റെ പേര് നാസിർ കൊളായി, അയാളുടെ പേര് നാസിർ കോട്ടമ്മൽ. അയാൾ നോമിനേഷൻ കൊടുത്ത് വീട്ടിൽ പോയി. എതിരാളികൾ ഉണ്ടാക്കിയൊരു ആയുധമാണ്. എൻ്റെ പേരിനോട് സാമ്യമുള്ള പേര്, എൻ്റെ ചിഹ്നത്തോട് സാമ്യമുള്ള ചിഹ്നം. ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ടത് 65 വോട്ടിനാണ്. എന്നാൽ ഈ പറഞ്ഞ എൻ്റെ അപരനാമധേയം പിടിച്ചത് 216 വോട്ടാണ്. തോറ്റുപോയത് ഞാൻ മാത്രമാണ്. പക്ഷെ ചതിക്കപ്പെട്ട 216 മനുഷ്യരുണ്ടായി. ഈ ജനാധിപത്യത്തിന്റെ പോരാട്ടത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു പകലിന്റെ അധ്വാനം മുഴുവൻ മാറ്റിവെച്ച് ജോലിയെല്ലാം ഒഴിവാക്കി മണിക്കൂറുകൾ ക്യൂവിൽ ലൈൻ നിന്ന് നാസിർ കൊളായിക്ക് ഞെക്കാൻ വേണ്ടി നോക്കുമ്പോൾ മാറിപ്പോയതാണ്. അവർ ചതിക്കപ്പെട്ടു പോയതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പത്രത്തിലൊക്കെ നല്ല വാർത്ത വന്നു, മനോരമയിലൊക്കെ, നാസിർ കൊളായി അപരനാൽ തോൽപ്പിക്കപ്പെട്ടു. വാർത്ത കൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ.